ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ അച്ചുകൂട്ടിയത് ഒരു വടിയും കൊണ്ട് കളിക്കുകയാണ്. അനു ക്യാമ്പിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ കിടന്ന് ഉറങ്ങുവാന്ന് പുഷ്പേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പുഷ്പേച്ചി സന്ധ്യക്ക് വിളക്കുകൾ കൊളുത്തുവാണ്. അപ്പോൾ നമ്മുടെ അനു എന്താ ചെയ്യുന്നത് നോക്കാം. അനു നല്ല ഉറക്കമാണ്. ക്യാമ്പിന് പോയിട്ട് ശരിക്കും ഉറങ്ങിയിട്ടാന്ന് തോന്നുന്നു. നല്ല ഉറക്കമാണ്. ഞാനൊന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് വീണ്ടും അങ്ങനെ തന്നെ ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ പുഷ്പേച്ചിയും അച്ചൂട്ടിനും കൂടെ ആകാശത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ആകാശ കാഴ്ചകൾ കണ്ടുകൊടുക്കും. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഒരു എന്തോ ഒരു പ്രത്യേക തരം ഭംഗിയായിരുന്നു വൈകുന്നേരത്തെ ആകാശ കാഴ്ച. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. മേഘങ്ങളിങ്ങനെ തിങ്ങിക്കൂടി സൂര്യപ്രകാശവും എല്ലാം കൂടെ ഭയങ്കര ഒരു രസമായിരുന്നു. നമ്മൾ കുറേ നേരം അതൊക്കെ നോക്കി നിന്ന് ആസ്വദിച്ചു. പണ്ട് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മേഘങ്ങളൊക്കെ ഇങ്ങനെ പുക പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കും. അതുപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ നമ്മൾ ആസ്വദിച്ച് നിൽക്കും. അതിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ പുഷ്പേജ് അച്ചൂട്ടിന് കുറേ സമയം കാഴ്ച ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക അത്ഭുതത്തോടെ. ഇപ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ ഒരു വിമാനം കടന്നു പോകുന്നതും കണ്ടു കേട്ടോ. അത് ക്യാമറയിൽ പതിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വലിയ നീട്ടി വലിച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ആർക്കും ബോറടിക്കണ്ടെന്ന് കരുതിയ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഒട്ടും പ്രതീക്ഷിച്ചെടുത്തതല്ല. ഇവരിങ്ങനെ സൂക്ഷ്മതയോടെ ആകാശത്തെ നിരീക്ഷിക്കുന്ന കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും അവരറിഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞു. ക്യാമറയിൽ പതിഞ്ഞ പോലെ ഒന്നുമില്ല കേട്ടോ. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയായിരുന്നു. അപ്പൊ കാഴ്ചയൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പുഷ്പേച്ചി ഫുൾ സപ്പോർട്ട്. രാജീവേട്ടൻ കുറേ നാളായി ശരിക്കും നടക്കാനൊന്നും കിടക്കുന്നുട്ടോ. കാലിന് കുറച്ച് ശേഷി ഇങ്ങനെയുള്ളത് ഇതുപോലൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി കിട്ടി. നടക്കാത്തോണ്ടാണ്. നടന്ന് അവനവൻ ശ്രമിച്ചാലോ നടക്കാൻ കയറി. ഇതൊക്കെ നടക്കണ്ടേ? ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിനാ?